2022 ഡിസംബർ ഫുട്ബോൾ ലോകത്തെ എന്നേക്കുമായി മാറ്റിമറിച്ച മാസം. ലയണൽ മെസ്സി ഖത്തറിന്റെ ആകാശത്തേക്ക് ആ സ്വർണ്ണക്കപ്പ് ഉയർത്തിയപ്പോൾ ലോകം മുഴുവൻ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ആരാണ് ഗോട്ട് എന്ന ചോദ്യത്തിന് ഇനിയൊരു കമ്പാരിസൺ വേണ്ട. ഹി ഈസ് ദ കംപ്ലീറ്റ് ഫുട്ബോളർ. അക്കൂട്ടത്തിൽ പകുതിയോളം മനുഷ്യരുടെയെങ്കിലും ഹൃദയം തകർത്തൊരു ചിത്രമുണ്ടായിരുന്നു. മൈതാനത്ത് നിന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന അതികായൻ കരഞ്ഞുകൊണ്ട് കൂടാരം കയറിപ്പോകുന്ന ദൃശ്യം. വിധിയെഴുത്തുകാർ പറഞ്ഞു, ക്രിസ്ത്യാനോ ഈസ് ഓവർ. പ്രായമെന്ന ശത്രുവിന് മുന്നിൽ അയാൾക്ക് കീഴടങ്ങിയേ മതിയാകൂ എന്ന്. യൂറോപ്പ് വിട്ട് സൗദിയിലെ അൽ നാസറിലേക്ക് ചേക്കേറിയപ്പോൾ ആ ഊഹാപോഹങ്ങൾക്കും വിധിയെഴുത്തുകൾക്കും ആക്കം കൂടി. പലരും അതിനെ ഒരു റിട്ടയർമെന്റ് ടൂർ എന്ന് വിളിച്ച് കളിയാക്കി. പക്ഷേ അവർ മറന്നുപോയൊരു കാര്യമുണ്ടായിരുന്നു. തോറ്റുകൊടുക്കാൻ ക്രിസ്ത്യാനോയ്ക്ക് അറിയില്ല. ഇൻസൾട്ട് ആയിരുന്നു മുരളി ക്രിസ്ത്യാനോയുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അന്നും ഇന്നും. കണക്കുകളൊന്ന് പരിശോധിച്ചു നോക്കാം. ഏവരും തീർന്നു എന്ന് വിധിയെഴുതിയ ആ വർഷം അയാൾ അടിച്ചുകൂട്ടിയത് 54 ഗോളുകളായിരുന്നു. യൂറോപ്പിലെ അത്ഭുതം ഹാളണ്ടിനെക്കാളും യങ് സെൻസേഷൻ കിലിയൻ എംബാപ്പയെക്കാളും ഗോളുകൾ അടിച്ച് ആ വർഷവും ടോപ്പ് ഗോൾ സ്കോറേഴ്സിന്റെ പട്ടികയിൽ അയാൾ ഒന്നാമതെത്തി. പ്രായത്തിന് മുന്നിൽ കീഴടങ്ങും എന്ന് പറഞ്ഞ് കളിയാക്കിയ ലോകത്തിന് മുന്നിൽ ഇതിലും വലിയൊരു മധുര പ്രതികാരം സാധ്യമാണോ? അതുകൊണ്ട് 2022 മെസ്സിക്കായി എഴുതപ്പെട്ട തിരക്കഥയായിരുന്നുവെങ്കിൽ 2026 എന്തുകൊണ്ട് ക്രിസ്ത്യാനോയ്ക്കുള്ളതായിക്കൂടാ? റൊണാൾഡോ ഇത്തവണ ലോക കിരീടമുയർത്താൻ സാധ്യതകൾ ഏറെയാണ്. 2025 നേഷൻസ് കപ്പ് ഫൈനൽ ഓർമ്മയില്ലേ? സ്പെയിനിനെതിരെയുള്ള ആ കടുത്ത പോരാട്ടത്തിൽ 61-ാം മിനിറ്റിൽ 40-കാരനായ റൊണാൾഡോ നേടിയ ആ നിർണായക ഗോളായിരുന്നു കളി സമനിലയിലേക്ക് പിടിച്ചുകൊണ്ടുവന്നത്. ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 5-3 സ്പെയിനിനെ തകർത്ത് പോർച്ചുഗൽ കിരീടം ചൂടി. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഓരോ കാലഘട്ടങ്ങളിലും അവർക്ക് ഊന്നിപ്പറയാൻ ഇതിഹാസങ്ങളുടെ വലിയ നിര തന്നെയുണ്ടായിരുന്നു. ഒരു കാലത്ത് യുസേബിയോ ആയിരുന്നെങ്കിൽ പിന്നെയത് ലൂയിസ് ഫിഗോയായി. പിന്നെ ഇപ്പോൾ ഒരു ദശാബ്ദത്തിലേറെയായി പോർച്ചുഗൽ ടീമിനെ ക്രിസ്ത്യാനോ റൊണാൾഡോ തോളിലേറ്റ് യാത്ര തുടരുന്നു. ഇത്തവണ അയാൾ ഒറ്റയ്ക്കല്ല. മധ്യനിരയിൽ കളിമെനയുന്ന ബ്രൂണോ ഫെർണാണ്ടസ്, പന്തിൽ മാന്ത്രികത കാട്ടുന്ന ബെർണാഡോ സിൽവ, ഒപ്പം വിതിൻഹ എന്ന മിഡ്ഫീൽഡർ മാസ്ട്രോ, വിങ്ങുകളിൽ ഡിഫൻഡർമാരുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്ന റാഫേൽ ലിയാവോയും, പ്രതിരോധത്തിൽ റൂബൻ ഡയസ് എന്ന കോട്ടയും. റൊണാൾഡോയ്ക്ക് ഇനി മൈതാനത്തുടനീളം ഓടി നടക്കേണ്ടതില്ല. ബോക്സിനുള്ളിൽ കിട്ടുന്ന പകുതി അവസരങ്ങൾ പോലും ഗോളാക്കി മാറ്റുന്ന ആ വേട്ടക്കാരന്റെ റോൾ അതുമാത്രം റൊണാൾഡോ കൃത്യമായി ചെയ്താൽ മതി. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. തീയതി 2026 ജൂലൈ 19, ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ലോകകപ്പ് ഫൈനൽ. കളി 90-ാം മിനിറ്റ്, സ്കോർ സമനിലയിൽ. പെട്ടെന്ന് പോർച്ചുഗലിന് അനുകൂലമായി ബോക്സിന് തൊട്ടുപുറത്ത് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. തന്റെ പ്രശസ്തമായ ആ വൈഡ് ലെഗ് സ്റ്റാൻഡിൽ ആ 7-ാം നമ്പർ ജേഴ്സിക്കാരൻ പന്തിന് മുന്നിൽ നിൽക്കുന്നു. റഫറിയുടെ വിസിൽ മുഴങ്ങുന്നു. റൊണാൾഡോയുടെ ബൂട്ടിൽ നിന്നും തൊടുത്ത ആ മിസൈൽ മനുഷ്യ മതിലിന് മുകളിലൂടെ വലയുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്നു. തൊട്ടു പിന്നാലെ ഫൈനൽ വിസിൽ. ഇന്റർനെറ്റ് ക്രാഷ് ആകുന്നു. ലോകമെമ്പാടും ഒരൊറ്റ പേര് മാത്രം ഒഴുകുന്നു: ക്രിസ്ത്യാനോ റൊണാൾഡോ. ലെജൻഡ്, the world is waiting for you for your last dance, the last chance.